ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം, ജെനസിസ് 15, 15-ാം അധ്യായം, വേഴ്സ് 1, ഒന്നാമത്തെ വാക്യം. മതി. ദൈവം അബ്രഹാമിനോട് പറയുകയാണ്, 1, നീ എന്ത് ചെയ്യണ്ട, ഭയപ്പെടണ്ട. 2, ഞാൻ നിന്റെ പരിചയമാണ്. 3, ഞാൻ നിന്റെ അതിമഹത്തായ പ്രതിഫലമാണ്. ഒന്നുകൂടെ പറഞ്ഞേ, സ്തോത്രം. ദൈവം അബ്രഹാമിനോട് പറയുകയാണ്, നീ ഭയപ്പെടണ്ട, പിന്നെ ഞാൻ നിന്റെ പരിചയമാണ്, അതിമഹത്തായ പ്രതിഫലമാണ്. ഈ ലോകത്തിൽ ഒരു മനുഷ്യന് വേണ്ടിയ, സ്തോത്രം, ഏറ്റവും അത്യാവശ്യമായ കാര്യങ്ങളാണ് ഈ പറയപ്പെട്ടിരിക്കുന്നത്. അതാണ് ദൈവം അബ്രഹാമിൻ്റെ മുമ്പിൽ വെളിപ്പെട്ട്, സ്തോത്രം, പറയുവാനിടയായത്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ, സ്തോത്രം, നമ്മുടെ മുമ്പിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധയുള്ളവരായിരിക്കണം. എല്ലാ കാര്യത്തിനും എന്താ വേണം? ശ്രദ്ധ വേണം. ഈ ലോകത്ത് നിങ്ങൾ നോക്കിയേ, ഏത് സാധനം ഒരു ആയുധമാകണമെങ്കിൽ, എന്തെങ്കിലും ഒരു പ്രയോജനം വരണമെങ്കിൽ, ഇരുമ്പ് ഒരു ആയുധമാകണമെങ്കിൽ എന്തോ ചെയ്യണം? തീയിൽ എന്ത് ചെയ്യണം? തീയിൽ കൂടെ കടന്നു പോയെങ്കിൽ മാത്രമേ ഒരു ഇരുമ്പ് എന്തായിത്തീരുള്ളൂ, ആയുധമായിത്തീരുള്ളൂ. പൊന്നാകട്ടെ വെള്ളിയാകട്ടെ, സ്തോത്രം, അത് തീയിൽ ശോധന ചെയ്യുമ്പോൾ അത് കീടങ്ങൾ മാറി അതൊരു നല്ല ഉരുപ്പിടിയാകുമെന്നായിരിക്കുന്നു. സ്തോത്രം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ചില കാര്യങ്ങൾ, ഇപ്പം നമ്മളൊരു തെങ്ങ്, ഒരു തേങ്ങ പറിച്ചിട്ട് ഭൂമിയിലോട്ട് കുഴിച്ച് വെച്ചാൽ കിളിക്കും. പിന്നെന്ത് ചെയ്യണം? അത് ഉണങ്ങണം. അപ്പം ചില വിഷയങ്ങൾ നമ്മൾ ഉണങ്ങിയേ അത് ഫലം കായ്ക്കത്തുള്ളൂ. ഒരു ഉണക്കം നമുക്ക് ആവശ്യമാണ്. സ്തോത്രം. നമ്മൾ പറയുന്നത് എപ്പോഴും നല്ല പച്ചിപ്പായിട്ട് നമ്മൾ വലിയ സമൃദ്ധി കൂടെ കടന്നു പോകണം എന്നാണ് നമ്മൾ പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഏത് കാര്യവും, സ്തോത്രം, ഒരു സീഡാണെങ്കിൽ മണ്ണിൽ വീതണം. അപ്പം നമ്മൾ പണിയപ്പെടാൻ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഒന്ന് ചെയ്യണം, ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കണം. അല്ലാതെ ഒരിക്കലും നാം പണിയപ്പെടത്തില്ല. നമ്മൾ നല്ലൊരു കുടുംബത്തിൽ ജനിച്ചു വളർന്നു, അല്ലലില്ല, അലച്ചിലില്ല, വാഹനങ്ങൾ 1, 2 കിടക്കുന്നു, എല്ലാ സാഹചര്യമുണ്ട്. ആ കുഞ്ഞിന് യാതൊരു ബുദ്ധിമുട്ടും അനുഭവിച്ചിട്ടില്ല. ആ കുഞ്ഞിന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ദോഷമാണ്. ഒന്ന് തിരിച്ചു നോക്കി. സ്തോത്രം. അതിനും ദൈവം ചെയ്യുന്നത്, ആ കുഞ്ഞിനെയും ഏതെങ്കിലും രാജ്യത്തോ എവിടെയെങ്കിലും കൊണ്ടുപോയി കഷ്ടതയിൽ കൂടെ കടത്തിവിട്ട് ദൈവത്തെ എന്ത് ചെയ്യും? യഹോവ നല്ലവനെന്നേ രുചിച്ചറിയണം. അപ്പം നമ്മുടെ ജീവിതത്തിൽ സകല കാര്യങ്ങളും അത് ദൈവവചനത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഇരിക്കുന്ന ഒരാൾക്കുള്ള കഷ്ടതയല്ല മറ്റൊരാൾക്ക്, ഒരാൾ കടന്നു പോകുന്ന വിഷയമല്ല മറ്റൊരാൾക്ക്. അപ്പോൾ നമ്മളത് കണ്ടിട്ട് ഇന്നാരെ നല്ല സ്ഥിതി കഴിയുന്നല്ലോ, ഞാൻ എത്രയോ വർഷമായി ഇവിടെ വന്നിട്ട് എന്ന് വിചാരിക്കണ്ട. ദൈവത്തിൻ്റെ കാര്യത്തിൽ നാം ആയിരിക്കുന്നു. സ്തോത്രം. അങ്ങനെ തന്നെ ഒരു വാക്യമുണ്ടല്ലോ. സ്തോത്രം. യെശയ്യാ പുസ്തകം 28-ാം അധ്യായത്തിൻ്റെ 28-ാം അധ്യായമാണ്. 28-ാം അധ്യായം എടുത്ത യെശയ്യാവ് 28-ന്റെ 23 മുതൽ വാക്യം ചെവി തന്ന് 23 മുതൽ കർത്താവ് പറയുക, ചെവി തന്ന് മനുഷ്യരോട് പറയുക, ചെവി തന്ന് എൻ്റെ വാക്ക് കേൾപ്പീൻ. ഓക്കെ. അപ്പം വെറുതെ ഇരുന്ന് ഉദാസീനതയോട് വചനം കേൾക്കരുത്. ചെവി തന്ന് എൻ്റെ വചനം കേൾപ്പീൻ. ഉദാസീനയായിട്ടല്ല, പിന്നെ ശ്രദ്ധ വെച്ച് എൻ്റെ വചനം കേൾപ്പീൻ. ഇനി നമ്മളോട് പറയുകയാണ്, വിതപ്പാൻ ഒരു കർഷകന്റെ മുമ്പിൽ കൊണ്ട് നിർത്തി നമ്മളോട് പറയുക. അതെത്ര വലിയ ധനികനായാലും, ഏത് മതത്തിലോ ഏത് ജാതിയിലോ ഒക്കെ പെട്ട വ്യക്തിയാണെങ്കിലും ദൈവം നമ്മളോട് പറയുന്ന കാര്യമാണ്. ഉരുകുന്നവൻ ഇടവിടാതെ അങ്ങ് ഉരുതുകൊണ്ടിരിക്കുമോ? നമ്മളോട് ചോദിക്കുക. അങ്ങ് എപ്പോഴും അങ്ങ് ഉരുതുകൊണ്ടിരിക്കുമോ? ആ ഉരുതു മറിക്കുന്നതിനൊരു ലക്ഷ്യമുണ്ട്. ആ കർഷകന് ഒരു ലക്ഷ്യമുണ്ട്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, ഇടവിടാതെ. നീ ഒരു ചില വിഷയത്തിലൂടെ കടന്നു പോകുന്നു, നീ എന്നും അതിൽ കൂടെ കടന്നു പോകുമോ? എന്നും ഞെരുക്കത്തിൽ കൂടെ നീ പോകുമോ?
നീ തന്നെ ചിന്തിച്ചു നോക്കി, എന്നും കഷ്ടതയിൽ കൂടെ കടന്നു പോകുമോ? ഉരുതുമറിക്കുന്നവൻ ഇടപെടാതെ ഉരുതുകൊണ്ടിരിക്കുമോ? ആ, അപ്പം ഉരുതുന്ന എന്തിനാണ്? കട്ടയുടയാനാ. എല്ലായ്പ്പോഴും നിലം കീറി കട്ട ഉടച്ചു. എപ്പോഴും നമ്മളിലുള്ള ചില കട്ടയുണ്ട്. അപ്പോൾ എന്തിനായി ഉഴുതുന്നേ? ചില കട്ടയുണ്ട്. ആ കട്ടയുടെ ഇടയിൽ വിത്തിരിക്കുക. അതുകൊണ്ട് നീ വിത്ത് എന്ത് ചെയ്യുന്നില്ല? കിളിർക്കുന്നില്ല. അപ്പം ആ കട്ട ഉടയണം. നമ്മുടെ ചില കഠിന വാക്കുകൾ, നമ്മുടെ ചില നോട്ടങ്ങൾ. സ്വത്രം നമുക്ക് ചിലരോട് അടുക്കാൻ പറ്റത്തില്ല. മുള്ള ചില ചെടികളില്ലേ, അങ്ങനെ ഇതെല്ലാം ഈ ഉദാഹരണമായിട്ടാണ് ഇതെല്ലാം ഭൂമി നിർത്തിയിരിക്കുന്നു. ചില ചെടിയോട് അടുത്ത് ചെല്ലാൻ പറ്റത്തില്ല, മുള്ള. സ്തോത്രം. അപ്പോൾ തന്നെ റോസാ ചെടിക്ക് മുള്ളുണ്ട്. സ്തോത്രം. അതെന്ത് ചെയ്യുന്നു? അതിൻ്റെ സ്മെല്ല് പുറപ്പെടുവിക്കുന്നു. അപ്പം എല്ലായ്പ്പോഴും ഉരുതുന്നവൻ മനുഷ്യൻ ഉരുതുകൊണ്ടിരിക്കുമോ? അവൻ എപ്പോഴും കീറി കട്ട ഉടച്ചുകൊണ്ടിരിക്കുമോ? ഇപ്പോൾ എന്ത് ചെയ്തു? കുറച്ച് ദിവസം എന്ത് ചെയ്തു? കഷ്ടതയെ കൂടെ കടത്തി വിട്ടു. ജോലിയില്ലാതിരുത്തി, ഞെരുക്കം വന്നു, പ്രയാസങ്ങൾ വന്നു, രോഗം വന്നു. കുറച്ച് ദിവസം കഴിഞ്ഞു, കട്ട എന്ത് ചെയ്തു? നമ്മളൊന്ന് ഉടഞ്ഞു, നമ്മളൊന്ന് കരഞ്ഞു, നമ്മളൊന്ന് പ്രാർത്ഥിച്ചു. ദൈവം ഉദ്ദേശിച്ച അത്രത്തോളം വന്നില്ലെങ്കിലും അല്പസ്വല്പമൊക്കെ നമ്മളിൽ ചില വ്യത്യാസങ്ങൾ വന്നു. അന്ന് വരെ ആരാധനയ്ക്ക് വിളിച്ചാൽ പോകത്തില്ലായിരുന്നു. സ്വന്തം എന്നാൽ ഇൻസിഡൻറ്റ് പോയിരിക്കാമെന്ന് കരുതി എന്തെങ്കിലുമൊക്കെ നമ്മളിലൊരു വ്യത്യാസം വരുത്തി. ഉടനെ വൈരേ നിലം നിരപ്പാക്കിയിട്ട് കണ്ടോ, കരിഞ്ജീരകം വിതയ്ക്കുകയും ജീരകം ഓരോ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്? കൃഷി ചെയ്യുന്നതെന്ന്. അപ്പോൾ ഓരോ വിധത്തിലാണ് അത് കൃഷി ചെയ്യുന്ന കാര്യമാണ്. കരിഞ്ജീരകം വിതയ്ക്കുകയും ജീരകം വിതറുകയും. കണ്ടോ, ഇങ്ങനെ ഈ കലപ്പ പോകുന്ന ഉടനെ ഗോതമ്പ് ആ കലപ്പയുടെ ആ ഒരു പോളിയിലോട്ട് ഇട്ടിട്ട് കൊടുക്കുക. കടുകോ ജീരകമോ വല്ല ഇട്ടാലും എന്ത് ചെയ്യത്തില്ല, അത്രയും താണു വീണാൽ ഈ കട്ട കിളിച്ചു പൊങ്ങി വരത്തില്ല. ഓരോരുത്തർക്ക് ഓരോ നിലവാരത്തിലാണ് ദൈവം വരെ കടത്തിവിടുന്നത്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും നിരാശപ്പെടരുത്. എന്നും ഇതല്ല. സ്തോത്ര ഹല്ലേലൂയ. വൈരേ യവം അതിനുള്ള സ്ഥലത്തും ചെറുങ്കോതമ്പ് അതിൻ്റെ എവിടെയെങ്കിലും നമുക്കറിയാം. ഇതൊക്കെ സ്തോത്രം കൃഷി ചെയ്യുന്നവർക്കറിയാം. നാട്ടിലൊക്കെ ആണെങ്കിലും സ്തോത്രം കണ്ടോ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സ്തോത്രം നിൽക്കണം. ചിലത് കൊണ്ട് അവിടെ ഇവിടെ മൂലയ്ക്കേ ഇടത്തുള്ളൂ, ഒരു വലിയ കൃഷിയായിട്ട് ചെയ്യത്തില്ല. പഠിപ്പിക്കുക. ഇനി ഇപ്പം എന്ത് ചെയ്തു ഇതുവരെ വായിച്ചെന്താ? കൃഷി വിത്ത് എന്ത് ചെയ്തു? ഇറക്കി. ഇപ്പം എന്ത് ചെയ്തു? ഇത്രയുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചില ഞെരുക്കങ്ങൾ, ബുദ്ധിമുട്ടുകൾ, രോഗങ്ങൾ, പ്രയാസങ്ങളൊക്കെ കടന്നു വന്നു. ഇതെന്ത് ചെയ്തു? കിളിർച്ച് ഇപ്പം എന്തായി? ദൈവം ഉദ്ദേശിച്ചത് അത്രയും ആയില്ലെങ്കിലും ഞാൻ ഒരു കാര്യം പറയാനാണ് വരുന്നത്, ഫലമായി. ഇനി എന്ത് ചെയ്യണം? ഇനി എന്ത് ചെയ്യണം? ഫലം എന്ത് ചെയ്യണം? നഷ്ടപ്പെട്ടു പോകരുത്. ഇനി അടുത്തതാ നോക്കി ദൈവം പഠിപ്പിക്കുന്ന വരി നോക്കിയാ. അപ്പോൾ ഇത് ഫലം കായ്ച്ചു. ഇനിയും ഇത് കൊയ്തെടുക്കുകയാണ്. ഇത് കൊയ്ത് യജമാനന് ഇത് പ്രയോജനം വരണം. ഈ കതിരെ തന്നെ നിന്നാൽ ശരിയാകത്തില്ല. നോക്കണം, കരിഞ്ജീരകം കണ്ടോ, മെതിവണ്ടി കൊണ്ട് മെതിച്ചാൽ എന്ത് ചെയ്യും? പൊടിഞ്ഞു പോകും. അത് താഴെ എഴുതിയിട്ടുണ്ട്, ഇത് പൊടിഞ്ഞു പോകും, അത് സ്പോയിലായി പോവും. വണ്ടിച്ചക്രം ഉരുട്ടുന്നുമില്ല. വടി കൊണ്ടിട്ട് തല്ലുകയാണ്. കോല് കൊണ്ട് തല്ലിയെടുക്കുക അത്ര ചെയ്യുന്നത്. അടുത്ത് നോക്കി. ഇനിയും അത് കഴിയുമ്പോൾ വീണ്ടും പറയുകയാണ്, അങ്ങനെ ചെയ്യുമ്പോൾ ആ ധാന്യം വൈരേ കളയാറുണ്ടോ? വായിച്ചു. നോക്കിയേ, സ്തോത്രം വിവിധ രീതിയിലാണ്. ഇതൊന്നും വരുമ്പോൾ ഒരു കൃഷിക്കാരൻ കൃഷി ഇറക്കി. ഇതിന് വെയിൽ കൊള്ളേണ്ട സമയത്ത് വെയിൽ കൊള്ളണം. ഇവിടെ നമുക്കറിയാം, ചൂട് ഏറ്റവും കൂടി വരുമ്പോൾ നമുക്കറിയാം ഈന്തപ്പഴം പരുക്കേണ്ട സമയമായി. അത് വഴുത്ത് ആ ചൂട് കിട്ടിക്കഴിയുമ്പോൾ വീണ്ടും ടെമ്പറേച്ചർ മാറി വരും. സ്തോത്രം. ഇതെല്ലാം സൃഷ്ടാവ് ചെയ്തിരിക്കുക. സ്തോത്രം. ദൈവം നമ്മെ പഠിപ്പിക്കുക. സ്തോത്രം. അപ്പോൾ നമ്മളും ഇതുപോലെ തന്നെ വിവിധ സാഹചര്യങ്ങളിൽ
ചിലർ സ്തോത്രം നമ്മുടെ ചാർച്ചക്കാർ ഇപ്പം ഇവിടൊക്കെയാണ് സ്തോത്രം. ഒരാൾ ഈ ദേശത്ത് എവിടെയെങ്കിലും നമ്മുടെ പരിചയക്കാരൊരാൾ മരിച്ചു, നമ്മൾ പറയും എംബാമിങ്ങിന് പോവുകയാണ്, ഇവിടുന്ന് പ്രിപ്പയർ ചെയ്തിട്ട് നാട്ടിലേക്ക് അയക്കും. ചിലർ ഇതിനൊന്നും വരും, നല്ല പിള്ളയാണ്, നല്ല ആളാണ്, നല്ല വിദ്യാഭ്യാസമുണ്ട്, പൈസയുണ്ട്, ആരോട് ഇടപെടാൻ നല്ലതാ, പക്ഷേ എന്ത് ചെയ്യത്തില്ല, അതിനൊരു മനസ്സ് കാണിക്കത്തില്ല. ഒരാൾ രോഗിയായി കിടക്കുന്നു, നമുക്കതിനെന്തില്ല, സമയമില്ല. രോഗിയോട് ചിലരൊക്കെ പറയുന്നത് സ്വത്രം നോക്കട്ടെ ഞാൻ നാളെ വരാമെന്ന്, അപ്പോൾ നാളെ നീ ഡിസ്ചാർജ് ആകരുത്, അവിടെ തന്നെ കിടന്നോളാനായി പറയുന്നത്. എനിക്ക് സമയത്ത്, എൻ്റെ സമയത്ത് ഞാൻ അവിടെ വിസിറ്റ് ചെയ്യാനാണ്. ഓരോ കാര്യങ്ങൾ നമ്മൾ അതിൻ്റെ രീതിയിൽ ചെയ്യണമെന്നായി പറഞ്ഞു വരുന്നത്. സ്വത്രം കല്യാണത്തിന് പോയിരിക്കുമ്പോഴാണ് പെന്തിക്കോസിലായിട്ടൊക്കെ ആയിട്ട് അന്നേരം അവിടെ വായിക്കുന്ന ഒന്ന് നമ്മൾ വലിയ ടെൻഷനിലാണ്, സ്വത്രം ആകപ്പാടെ ചൂടടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക. വേറൊരാളുടെ കല്യാണത്തിന് പോകുമ്പോൾ അവിടെ പറയുന്നതൊക്കെ ഭാര്യ ഭർത്താക്കന്മാരുടെ ബന്ധമൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കും. അപ്പോൾ അതിന് പോകാതിരിക്കാൻ പറ്റും. ചിലരെന്ത് ചെയ്യത്തില്ല, ഊണ് സമയത്ത് എപ്പോഴാണ് കല്യാണം, ആ ഊണ് സമയത്ത് തന്നെ തൊട്ട് കയറിയിട്ട് ഉണ്ടിട്ട് പോകും. ഇതൊന്നും ദൈവമക്കൾക്ക് യോജിച്ചതല്ല. അതായി പറഞ്ഞു വരുന്നേ, ചില കാര്യങ്ങൾ പറയാനായി വരുന്നത്, അതിൻ്റെ ഒരു 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 സമയം പോകുന്നുണ്ട് എങ്കിലും സ്തോത്രം. ഇപ്പം ഇതൊന്നും ദൈവമക്കൾക്ക് എന്തല്ല, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണം, സ്തോത്രം, വളരെ ശ്രദ്ധയോടായിരിക്കണം. സ്തോത്രം. ഈ നമ്മളുടെ ഫ്യൂണറൽ സർവീസൊക്കെ ഒരു പ്രത്യേക രീതിയിലാണ്. സമുദായക്കാരുടെ ഫ്യൂണറൽ സർവീസ് ഉണ്ട് സ്തോത്രം. അതിൻ്റെ അവസാനം വീട്ടിൽ വെച്ചെല്ലാം കഴിഞ്ഞ് സെമിത്തേരിയിൽ കൊണ്ടുവച്ച് ലാസ്റ്റ് ഭാഗത്ത് സ്തോത്രം ആകുമ്പോൾ സ്തോത്രം ഒരു ചൊല്ലുണ്ട്. അത് യെരമ്യാ പ്രവാചകൻ്റെ പുസ്തകം ഒന്ന് വേണേ ഒന്ന് എടുത്തു, 9-ാം അധ്യായത്തിൻ്റെ 23 മുതലുള്ള വാക്യമാണ് സ്തോത്രം. അതിനെ ആസ്പദമാക്കിയാണ് 23-24 വാക്യമാണ്. ഏത് കൂട്ടം കാര്യം അവർ പറയുന്നുണ്ട്. സ്തോത്രം. അപ്പം അത് അവിടെ 3 കൂട്ടം കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷെങ്കിൽ അന്ന് പിതാക്കന്മാർ എഴുതി വെച്ചപ്പോൾ സ്തോത്രം ഹല്ലേലൂയ, 7 കൂട്ടം കാര്യം പറഞ്ഞാണ് അവിടെ ഈ കാര്യം ചെയ്യുന്നത്. സ്തോത്രം. എന്താണെന്നറിയാമോ, ഇതാകുന്നു മനുഷ്യൻ്റെ അവസാനമെങ്കിൽ, നമ്മൾ കേട്ടിട്ടുള്ളത്. ഇത് കേൾക്കുന്നുടനെ എന്ത് ചെയ്യാം, അടുത്ത നിമിഷത്തിൽ എവിടേക്ക് കയറ്റി വയ്ക്കുകയാണ്, സെല്ലിലേക്കോ അല്ലെങ്കിൽ സ്തോത്രം മണ്ണിലേക്ക് ഇറക്കി വയ്ക്കുകയാണ്. ആ ശ്രദ്ധിക്കുന്ന അനേകർ അവിടം വരെ പോകത്തുപോലുമില്ല. വീട്ടിൽ ചെന്നു ഒരു ഫോർമാലിറ്റിക്ക് കണ്ടു, ജസ്റ്റ് വീട്ടുകാരൊക്കെ ഒന്ന് കാണണം, അവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും കൈ കൊടുത്തു, നമ്മളെന്ത് ചെയ്തു, നമ്മൾ അവിടെ ചെന്നു എന്ന് അറിയിക്കണം. അതല്ല ദൈവം ഉദ്ദേശിക്കുന്നത്. അതാണ് എൻ്റെ വിഷയം. ദൈവം ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഹൃദയത്തെ ഒന്ന് കഠിനപ്പെടാതെ, കല്ലായിത്തീരാതെ ഒന്ന് ഉടയ്ക്കുക. അതിനാണ് കട്ട ഉടയ്ക്കുന്നത്, അത് കീറി അതിനകത്തൂടെ ഒരുമിച്ചാലൊരുക്കുന്നത്. അപ്പം ദൈവം ഉദ്ദേശിക്കുന്ന പ്രവൃത്തി നമ്മളിൽ നടക്കണം. അതങ്ങോട്ട് വായിച്ചു വരുമ്പോൾ നമ്മളവിടെ ശ്രദ്ധിച്ചു നിന്നാൽ നമ്മളവിടെ നിന്ന് ഉരുകും. ഈ വചനത്തെ ആസ്പദമാക്കിയതിരിക്കാം. സ്തോത്രം. ഇതാകുന്നു മനുഷ്യന്റെ അവസാനമെങ്കിൽ സൗന്ദര്യമുള്ളവൾ അതിൽ ആഹ്ലാദിക്കുന്നതെന്ത്. ഇതാകുന്നു മനുഷ്യന്റെ അവസാനമെങ്കിൽ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പൊന്നു സമ്പാദിക്കുന്നത് എന്തിന്. ഇതാകുന്നു മനുഷ്യന്റെ അവസാനമെങ്കിൽ ധനവാന്മാർ തങ്ങളുടെ ധനത്തിൽ പ്രശംസിക്കുന്നതെന്ത്. ഇതാകുന്നു മനുഷ്യന്റെ അവസാനമെങ്കിൽ വിദ്യാസമ്പന്നർ തങ്ങളുടെ വിദ്യയിൽ പ്രശംസിക്കുന്നതെന്ത്. ഇതാകുന്നു മനുഷ്യന്റെ അവസാനമെങ്കിൽ ജ്ഞാനികൾ തന്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കുന്നതെന്ത്. ഇതാകുന്നു മനുഷ്യന്റെ അവസാനമെങ്കിൽ അധികാരികൾ തന്റെ അധികാരത്തിലും ശക്തിയിലും ദൈവഭയമില്ലാതിരിക്കുന്നതെന്ത്. ഇതാകുന്നു മനുഷ്യന്റെ അവസാനമെങ്കിൽ യൗവനക്കാർ തങ്ങളുടെ യൗവനത്തിൽ ദൈവത്തെ മറന്ന് എന്തുകൊണ്ട് ജീവിക്കുന്നു. ഒരു മനുഷ്യന്റെ അവസ്ഥ പറഞ്ഞ് അവനെ ഒരുക്കുകയാണ്. സത്യമല്ലേ? ഇതിനകത്തോട്ട് കയറ്റി വെച്ച് കഴിയുമ്പോൾ എല്ലാവരും പോകും. ചില ദിവസങ്ങൾ കൊണ്ട് അത് അഴുകും. ഏതു മനുഷ്യനായാലും ഇത്രയേ ഉള്ളൂ നമ്മളെന്ന് പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുകയാണ്. ഇത്രയേ ഉള്ളൂ നാം. അതുകൊണ്ട് നമ്മുടെ ഹൃദയം സ്തോത്രം ഒന്ന് ഉടയണം. നമ്മൾ അതിനെ സമയങ്ങൾ കണ്ടെത്തണം.
ആഴ്ചയിൽ ഒരിക്കൽ ഒന്നുകിൽ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും വരണം, അല്ലെങ്കിൽ നമ്മളൊരു വീട്ടിൽ പോകണം. അവിടെ ചെന്ന് ആഴ്ച 7 ദിവസത്തിനുള്ളിൽ അല്പം നേരം ചെന്ന് അവിടെ ചെന്നൊന്ന് എന്തോട് വിശേഷം സന്തോഷമായിരിക്കുന്നു എണ്ണിച്ച് നിന്ന് അവരെ ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ഇതെല്ലാം എഴുതുന്നവരുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. 400 സ്തോത്രം വർഷം, 430 വർഷം ഇസ്രയേൽ മക്കളായി അവർ ജോലി ചെയ്തു. നമ്മുടെ കാര്യങ്ങളാണെങ്കിൽ HR ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ഉണ്ട്. നമ്മൾ ലീവ് എടുത്തത് കൂടുതലാണോ, എത്ര ശമ്പളമെന്നൊക്കെ. പക്ഷേങ്കിൽ നമ്മൾ വിചാരിച്ചു, ഈ ഫറവോനും കൂട്ടന് വിചാരിച്ചു ഇവർ വന്ന് ഇവിടെ കിടന്ന് കഷ്ടപ്പെടുകയാണ്, എനിക്ക് വേണ്ടി ഇഷ്ടിക ചെയ്തുകൊണ്ടിരിക്കുക. ആര് കണക്കെഴുതാൻ? പക്ഷേ ആര് കണക്കെഴുതുന്നുണ്ടായിരുന്നു? ദൈവം കണക്കെഴുതുന്നുണ്ടായിരുന്നു. പറഞ്ഞു, നീ പോരുമ്പോൾ സമ്പന്നനായിട്ട് പോരുമെന്ന് കണക്ക് എഴുതിയിട്ട് ദൈവം തന്നു. അപ്പം നമ്മുടെ ജീവിതത്തെ ശരിക്കും ദൈവം ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മൾ കുറച്ചു നേരം കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്ന് മാത്രമല്ല, അതിൽ കൂടെ നമുക്ക് രൂപാന്തരം ആവശ്യമാണ്. ഈ സമൂഹത്തിൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടണം. സ്വർഗത്തിലെ ദൈവം നല്ലവരുടെ മേലും ദുഷ്ടന്റെ മേലും മഴ പെയ്യ്ക്കുന്നെങ്കിൽ നാം നല്ലവർക്കും ദുഷ്ടന്മാർക്കും, അതല്ലേ, രക്ഷിക്കപ്പെടുന്നവരുടെ നടുവിലും നശിക്കുന്നവരുടെ നടുവിലും നാം ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയാകണം. വിശ്വാസികൾക്ക് വേണ്ടി മാത്രമല്ല, ലോക മനുഷ്യന് വേണ്ടി മാത്രമല്ല, ദുഷ്ടൻ മൂർഖന്മാർക്ക് പോലും കീഴടങ്ങിയിരിപ്പീൻ. മൂർഖൻ, വചനത്തിൽ എത്തിക്കുക, മൂർഖന്മാർക്ക് പോലും. അതിൽ കൂടുതൽ എഴുതണോ? ഈ ദൈവസഭ മാത്രം, ദൈവമക്കൾ മാത്രമേ ഇത് പഠിപ്പിക്കുന്നുള്ളൂ. മറ്റുള്ളിടത്ത് പറയുന്നത്, നീ കുറുപടി എടുക്കേ, നീ ബോംബ് വയ്ക്കേ, നീ അവനെ തകർക്കേ, നിൻ്റെ കൂടെ കൂടാത്തവനെ എങ്ങനെങ്കിലും ചെല്ല, അഭിചാരം ചെയ്തോ, നേർച്ച ചെയ്തോ, എങ്ങനെങ്കിലുമൊക്കെ നീ അവനെ മുടിക്കാൻ പറയുമ്പോൾ, സ്വന്തം നിൻ്റെ ശത്രുവിനെ സ്നേഹിക്കാൻ പറയുന്ന ഒരു കൂട്ടർ മാത്രമേ ഉള്ളൂ. യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്നവരാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ കണ്ടാൽ നമ്മളതിനെ ചാടി പിടിച്ചു കൊള്ളണം. സമയം പോകുന്നല്ലോ. നമ്മൾ വായിച്ച വേദഭാഗത്തിലേക്ക് വരട്ടെ. 1 സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. എന്താണ് പറയുന്നത്? 3 കൂട്ടം കാര്യം പറഞ്ഞു. എന്താണ്? ഭയപ്പെടരുത്. ദൈവം നമ്മളോട് പറയുന്ന കാര്യം 365 പ്രാവശ്യം ഇതിനകത്ത് ഭയപ്പെടരുതെന്ന് എഴുതി. എന്താ കാര്യം? ഓരോ ദിവസവും പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നു, നിനക്ക് എന്തു പ്രശ്നമുണ്ടെങ്കിലും എന്തു പ്രതികൂലമുണ്ടെങ്കിലും നീ ഭയപ്പെടണ്ട. എന്തുകൊണ്ട് ഭയപ്പെടരുത്? എന്തുകൊണ്ടാണ് ഭയപ്പെടരുതെന്ന് പറയുന്നത്? സ്തോത്രം, ഹല്ലേലൂയ. അവിടെ പറഞ്ഞു, ഞാൻ നിൻ്റെ പരിചയം, സ്തോത്രം, നീ ഭയപ്പെടണ്ട എന്ന് പറഞ്ഞാൽ മോളിൽ നിന്നുള്ള കാര്യങ്ങളെ വെച്ചുകൊണ്ടാണ് പറയുന്നത്. 14-ാം അധ്യായത്തിൽ സ്തോത്രം, തൻ്റെ സഹോദരപുത്രൻ, സ്തോത്രം, ആ സഹോദരപുത്രൻ്റെ പിതാവ് മരിച്ചു പോയതാണ്. സ്തോത്രം, ഈ സഹോദരൻ ഒരു അനാഥനാണ്. അവനെ ചേർത്ത് ഈ അബ്രഹാം കൊണ്ട് നടന്നിട്ട് അവനെ സമ്പന്നനാക്കി, അവൻ ആടുമാടായി കന്നുകാലിയായി ഒക്കെ ആയെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ സഹോദരപുത്രനെ അവനെ എന്ത് ചെയ്തു? വിട്ടുപോയി. അവനെ ശത്രു പിടിച്ചുകൊണ്ട് പോയപ്പോൾ എന്നെ ഇട്ടിട്ട് പോയവനല്ലോ എന്ന് കരുതിയില്ല. സ്തോത്രം, 4 രാജാക്കന്മാർ 5 രാജാക്കന്മാരെ ജയിച്ചു പോകുന്ന ആ 4 രാജാക്കന്മാരുടെ നേരെ അബ്രഹാം ചെന്നിട്ട്, സ്തോത്രം, ആ സഹോദരപുത്രനെയും തൻ്റെ കുടുംബത്തെയും തനിക്കുള്ളതിനെയും മടക്കി കൊണ്ടുവരുമ്പോൾ ദൈവം അനുഗ്രഹിച്ചിട്ട് അവൻ പറഞ്ഞ 1-2 വാക്കുകൾക്ക് മറുപടി കൊടുക്കുകയാണ് ദൈവം. അവൻ പറഞ്ഞു, സ്തോത്രം, അവൻ ഒന്ന് തെളിയിച്ചു, എൻ്റെ സഹോദരൻ എന്നെ വിട്ടുപോയെങ്കിൽ ഞാൻ അവനെ വെറുക്കുന്നില്ല, അവൻ ദുഷ്ടൻ തൊടാൻ അവനെ സമ്മതിക്കത്തില്ല. ഈ ഒരു ബോധം നമുക്ക് വേണം. 2, സ്തോത്രം, സോദോം രാജാവ് പറഞ്ഞു, സ്തോത്രം, നീ ആൾക്കാരെ എല്ലാം എടുത്തോ, നീ സ്വത്തെല്ലാം എടുത്തോ ആൾക്കാരെ തരാൻ. അപ്പോൾ പറഞ്ഞു, നീ എന്നെ സമ്പന്നനാക്കി എന്ന് പറയുവാൻ എനിക്ക് നിന്റെ സമ്പത്തൊന്നും വേണ്ട. ഇത് കേട്ടിട്ടാണ് ദൈവം പറഞ്ഞത്, അബ്രഹാമേ, നീ പറഞ്ഞതും നിന്റെ മനോഭാവവും ഞാൻ അറിയുന്നു. നിന്റെ സഹോദരനോടുള്ള മനോഭാവം, സ്വത്തിനോടുള്ള നിന്റെ മനോഭാവം ഞാൻ അറിയുന്നു. അതുകൊണ്ട് ഇന്നു മുതൽ നീ ഒന്നിനെ കുറിച്ച് ഭയപ്പെടണ്ട. ഞാൻ നിന്റെ പരിചയമാണ്, ഞാൻ നിന്റെ അതിമഹത്തായ പ്രതിഫലമാണ്. സ്തോത്രം. എന്തുകൊണ്ടാണ് ഭയപ്പെടേണ്ടെന്ന് 1-2 വാക്ക് ഓടിച്ചു പറയട്ടെ. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം പെട്ടെന്ന് എടുത്താട്ടെ. സ്തോത്രം, 10-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം വായിച്ചാട്ടെ. നോക്കിക്കേ, എന്തുകൊണ്ട് നീ ഭയപ്പെടണ്ട, ഞാനാ. അബ്രഹാം 17-ാം അധ്യായത്തിൽ ഉൽപ്പത്തി പുസ്തകം പറയുന്നുണ്ട്, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു, നീ എൻ്റെ മുൻപാകെ നിഷ്കളങ്കനായി. ഇവിടെ നോക്കുക, ഞാൻ എൻ്റെ ശക്തിയാൽ ഭൂമിയെ സൃഷ്ടിച്ചു, തൻ്റെ ജ്ഞാനത്താൽ ഭൂമണ്ഡലത്തെ സൃഷ്ടിച്ചു, തൻ്റെ വിവേകത്താൽ അപ്പം ആകാശവും
ഭൂമിയും ഭൂമണ്ഡലവും എല്ലാം ആരാ സൃഷ്ടിച്ചേ? സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. അതിൻ്റെ അടുത്ത വാക്യം ഒന്ന് വായിച്ചേ. ആ അടുത്ത വാക്യം, 11-ാമത്തെ വാക്യം. അതിൻ്റെ 11-ാമത്തെ വാക്യം വായിച്ചേ. 10-ാമത്തെ വാക്യം. ആ നോക്കിയേ, എന്തുകൊണ്ട് നീ ഭയപ്പെടണ്ട? ഒന്ന്, ഇതെല്ലാം സൃഷ്ടിച്ചത് ആരാണ്? ദൈവമാണ്, ഞാനാണ്. നീ അതുകൊണ്ട് ഭയപ്പെടണ്ട. യഹോവയോ സത്യ ദൈവം. അടുത്ത വാക്യം, അവൻ ജീവനുള്ള ദൈവം. അപ്പം മറ്റൊന്ന്, യഹോവയോ സത്യ ദൈവം, അവൻ ജീവനുള്ള ദൈവം എന്ന് പറയുമ്പം മറ്റുള്ളതിന് എന്തില്ലെന്നാ? ജീവനില്ലെന്നാ. മറ്റുള്ളത് എന്തല്ലെന്നാ? സത്യമല്ലെന്നാ, പോഷ്കാണെന്നാ. യേശുക്രിസ്തു അല്ലാത്ത, യേശുക്രിസ്തു മാത്രമാണ് സത്യദൈവം. മറ്റെല്ലാം പോഷ്ക ദൈവമാണ്. യേശുക്രിസ്തു മാത്രമാണ് സത്യദൈവം, അവൻ മാത്രമാണ് ജീവനുള്ള ദൈവം. അതിൻ്റെ താഴോട്ട് എഴുതിയിട്ടുണ്ട് അതിൻ്റെ കാരണങ്ങളൊക്കെ എന്താണ്. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യണ്ട, നീ എന്ത് ചെയ്യണ്ട. ഇന്ന് പകൽക്കാലം നമുക്കത് വിശ്വാസമുണ്ടോ? എൻ്റെ ദൈവമാണ് സത്യദൈവം. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. എൻ്റെ ദൈവമാണ് സത്യദൈവം. യെരമ്യാപ്രവചന പുസ്തകം 30 സ്തോത്രം, ഹല്ലേലൂയ. ആമോസിൻ്റെ പ്രവചനം 5-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം പെട്ടെന്ന് വായിച്ച്, 1-2 വാക്യം പെട്ടെന്ന് വായിച്ച് നിർത്തണം. ഹല്ലേലൂയ. 5:8, ആമോസ് 5:8. സ്തോത്രം. ആ കാർത്തികയെയും മകേരത്തെയും കാർത്തികയെയും മകേരത്തെ സൃഷ്ടിക്കുകയും അന്ധതമസ്സിനെ പ്രഭാതമാക്കുകയും പകലിനെ രാത്രിയാക്കുകയും ഇരുട്ടുകയും സമുദ്രത്തിലെ വെള്ളത്തെ വിളിച്ച് ഭൂതലത്തിൽ പരത്തുകയും ചെയ്യുന്നവനെ അന്വേഷിപ്പീൻ, യഹോവ എന്നാകുന്നു അവൻ്റെ ദൈവം, അവൻ്റെ നാമം. അപ്പോൾ ഈ സ്തോത്രം, കാർത്തികേയ മകേരം എന്നൊക്കെ പറഞ്ഞ രാശി, ഇതൊക്കെ ഉള്ള കാര്യങ്ങളാണ്. സ്തോത്രം, ഹല്ലേലൂയ. അതിനകത്ത് ഹല്ലേലൂയ, അതിനകത്ത് ഒരു വാക്കൂടെ വായിക്കുമ്പോൾ നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാകും. സ്തോത്രം, സ്തോത്രം. യോബിൻ്റെ പുസ്തകം ഒന്നെടുത്ത്, യോബിൻ്റെ പുസ്തകം, ഹല്ലേലൂയ, സ്തോത്രം. അതിൻ്റെ 38-ാം അധ്യായത്തിൻ്റെ 31-ാമത്തെ വാക്യം പെട്ടെന്ന് വായിച്ചേ. ബന്ധിക്കാമോ? മതി, നോക്കണം. അപ്പം ഇതെല്ലാം ഉള്ളത് തന്നെയാണ്. ഈ ആഭിചാരം, ഈ നേർച്ച, ഈ ശക്തികളെല്ലാം ഉള്ളതാ. പക്ഷേ ഒരു ദൈവ പൈതലിന് ഇതിനെ ഭയപ്പെടേണ്ട. പകൽ പറക്കുന്ന അസ്ത്രത്തെയും രാത്രി സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിക്കുന്ന സംഹാരത്തെ നിനക്ക് പേടിപ്പാനില്ല. സ്തോത്രം. ഇത് വായിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചേ. നമ്മുടെ കർത്താവ് എന്ത് ചെയ്തു? കടലിന്മേ നടന്ന കർത്താവ് അല്ലേ? നിങ്ങളത് പഴയ നിയമത്തിൽ കണ്ടിട്ടുണ്ടോ? യോബിൻ്റെ പുസ്തകം 9-ാം അധ്യായം നോക്കിയേ. യോബിൻ്റെ പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം എടുത്തേ. 8-ാമത്തെ വാക്യം പെട്ടെന്ന് വായിച്ചേ. സമുദ്രത്തിലെ യേശു അതുകൊണ്ടല്ലേ കല്ലറ ഈ വെള്ളത്തിന്മേൽ നടന്നത്. നോക്കിക്കോണം, ഇന്നേക്ക് അബ്രഹാമിന് കാലത്തുള്ളതാണ് ഇയ്യോബ് എഴുതിയിരിക്കുകയാണ്, അന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇനിയും പ്രത്യേകിച്ച് പറയണോ? ഈ പ്രപഞ്ചം സൃഷ്ടിച്ചവൻ തന്നെയാണ് ഇറങ്ങി വന്നതെന്ന് ഇനി ആരോട് പ്രത്യേകിച്ച് പറയണോ? അവൻ സമുദ്രത്തിന്മേൽ നടക്കുന്നെന്ന്. ഇപ്പൊ നമ്മുടെ ദൈവം ജീവനുള്ള ദൈവമാണ്. കാർത്തികയാകട്ടെ മകേരമാകട്ടെ, എന്തും ഏതു രാശിയെയും സൃഷ്ടിച്ച ദൈവം, സകലത്തെ നിയന്ത്രിച്ചവരെയാണ് നാം സേവിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. താഴോട്ടൊക്കെ വായിക്കുമ്പോൾ അതിൻ്റെ 4-ാം അധ്യായത്തിലൊക്കെ ലാസ്റ്റ് വാക്യമൊക്കെ വായിക്കണം. പർവ്വതങ്ങളെ സൃഷ്ടിക്കുകയും സ്തോത്രം കാറ്റിനെ സൃഷ്ടിക്കുകയും. ആമോസിൻ്റെ പ്രവചനം തന്നെ 4-ന്റെ 13-ാമത്തെ വാക്യം എന്ന് വായിച്ചാൽ 13-ാമത്തെ വാക്യം പെട്ടെന്ന്. ഞാൻ ചോദിക്കട്ടെ, ഈ ലോകത്തിൽ ഒത്തിരി ദൈവങ്ങളുണ്ടല്ലോ. ഈ ദൈവങ്ങളാണോ ഈ കാറ്റിനെ സൃഷ്ടിച്ചേ, ഈ പർവ്വതങ്ങളെ സൃഷ്ടിച്ചത്? അപ്പോൾ ഇത് അറിയുന്ന ഉടനെ ബാക്കിയുള്ളതെല്ലാം വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ട് നമ്മൾ എവിടെയൊക്കെ വരണം? സത്യദൈവത്വത്തിലേക്ക് വരണ്ടേ? ഞാനതുകൊണ്ട് ആ ഭാഗം വിടുക. എന്തുകൊണ്ട് ഭയപ്പെടണ്ടോ? എന്തുകൊണ്ട് നീ ഭയപ്പെടണ്ടോ? സ്തോത്രം, സ്തോത്രം. എന്തുകൊണ്ട് അവനെ ഭയപ്പെടണ്ട? ഈ ലോകത്തെ ഭയപ്പെടണ്ട. അവ വെളിപ്പാട് പുസ്തകം 1-17-18 വാക്യം പെട്ടെന്ന് വായിച്ചാട്ടെ. 17-18 വാക്യം.
കർത്താവിനെ കണ്ടിട്ട് മരിച്ചവനെ പോലെ കാൽക്കൽ വീണു. എൻ്റെ മേൽ വെച്ചു, ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു, ജീവനുള്ളവനാകുന്നു, ഞാൻ മരിച്ചവനായിരുന്നു, എന്നേക്കും ജീവിച്ചിരിക്കുന്നു, മരണത്തിന്റെ പാതാളത്തിന്റെ താക്കോൽ. അപ്പം നീ ഈ ലോകത്തിൽ എത്ര ആയുസ് വരെ ജീവിക്കുന്നുവോ നീ ഭയപ്പെടേണ്ട കാര്യം, മരണത്തിന്റെ പാതാളത്തിന്റെ താക്കോൽ നാം സേവിക്കുന്നു യേശുക്രിസ്തുവിന്റെ കയ്യിലുള്ളത് കൊണ്ട് ഏത് മരണത്തിൽ നിന്നും ഏത് പാതാളത്തിൽ നിന്നും നിന്നെ വിടുവിക്കാൻ എന്റെ ദൈവം ശക്തനാണ്. കരമുയർത്തി ശക്തമായി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് ഞാൻ ഭാഗം വിടുകയാണ്. എബ്രായ ലേഖനം 7:25 പറയുന്നു, അതുകൊണ്ട് മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ അവൻ്റെ കയ്യിലുള്ളത് കൊണ്ട്. എബ്രായർ 7:25 അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് അവരെ പക്ഷപാതം ചെയ്യുന്നത് കൊണ്ട് അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തൻ. ഉണ്ടോ? അപ്പം മരണത്തിന്റെ പാതാളത്തിന്റെ താക്കോൽ അവൻ ആൽഫയും ഒമേഗയുമാണ്. അവൻ മരിച്ചവനായിരുന്നു, എന്നേക്കും ജീവനോടിരിക്കുന്നു. അവൻ പറയുന്നു, നീ ഒരു വിഷയമോർത്ത് ഭയപ്പെടണ്ട. അബ്രഹാമേ, ഞാൻ ആ വിഷയം വിടുന്നു, ഭയപ്പെടേണ്ട. ഇനി അടുത്ത വാക്യം, അടുത്തതെന്താ? സ്തോത്രം. നീ ഭയപ്പെടണ്ട. അടുത്തതെന്തുവാ? ഞാൻ നിന്റെ പരിചയാകുന്നു. ഇപ്പം ഇന്ന് വായിച്ച 91 സങ്കീർത്തനത്തിലുണ്ട് 4 വാക്യത്തിൽ, ഇല്ലയോ? സ്തോത്രം. എന്താണ്? സ്തോത്രം. തൻ്റെ തൂവൽ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും, അവൻ്റെ ചിറകിൽ നീ ശരണം പ്രാപിക്കും, അവൻ്റെ വിശ്വസ്ത നിനക്ക് പരിചയം പലകയുമാകുന്നു. പരിചയം എന്ന് പറഞ്ഞാൽ, സ്തോത്രം, പരിചയം എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ഷന് വേണ്ടി ഉപയോഗിക്കുന്നു. നമുക്കറിയാം, ദാവീദിൻ്റെ സ്തോത്രം ഗോലിയാത്തിൻ്റെ കൂടെ നടന്നവൻ്റെ കയ്യിൽ ഒരു പരിചയം പിടിച്ചുകൊണ്ട് ഒരു ദാസൻ അവൻ്റെ കൂടെ, സ്തോത്രം, 1 ശമൂവേൽ 17:5 ഒരു പരിചയക്കാരൻ അവൻ്റെ പുറകെ. അപ്പം നമ്മളുടെ നമ്മുടെ പ്രൊട്ടക്ഷൻ, നമുക്ക് ചുറ്റും തീമതിലായിരിക്കുന്നത് ആരാണ്? കർത്താവാണ്. നമുക്ക് ചുറ്റും തീമതിലാണ്. സക്കറിയാവിന്റെ പുസ്തകം 2:5 വാക്യമാണ്. നമുക്ക് ചുറ്റും അവൻ ആരായി മാറുന്നു? തീമതിലായിരുന്നു. എന്തിനധികം? ഹല്ലേലൂയ. മത്തായി 28:18 വാക്യത്തിൽ, ഞാൻ സ്വർഗത്തിലും ഭൂമിയിലും സർവ്വ അധികാരവും പ്രാപിച്ചിരിക്കുന്നു. സ്തോത്രം. അതുകൊണ്ട് നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയെയും സകല ജാതികളെയും, അതുകൊണ്ട് ചില ബജ്രംഗൾ വാളോ ആരെങ്കിലുമൊക്കെ സുവിശേഷം പറയണ്ട എന്ന് പറഞ്ഞാൽ മിണ്ടാതിരിക്കാൻ പറ്റുമോ? സ്വർഗത്തിലെ ദൈവം നമ്മോട് പറഞ്ഞിരിക്കുന്നു, നീ സകല ജാതിയെയും എൻ്റെ ശിഷ്യരാക്കണം, എന്നിലേക്ക് നീ അടുപ്പിക്കണം, അവൻ്റെ അന്ധകാരം നീ വിടുവിക്കണം, സകല ജാതികളെയും എൻ്റെ ശിഷ്യരാക്കിക്കൊള്ളുവിൻ, ഞാനോ ലോകാവസാനത്തോളം നിന്നോട് കൂടെ ഇരിക്കും. അപ്പം കർത്താവ് നമ്മുടെ പരിചയമാണ്. 1 ഭയപ്പെടേണ്ട, 2 പരിചയമാണ്, 3 സ്തോത്രം. അടുത്തെന്തോ പറഞ്ഞു, പെട്ടെന്ന് വായിച്ചു. സ്തോത്രം. അതിമഹത്തായ പ്രതിഫലമാണ്. ലേവി ഗോത്രത്തിന്റെ അനുഗ്രഹം മുഴുവനും ദൈവം മാത്രമോ. നാം ലേവി ഗോത്രത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. സ്തോത്രം. ഹല്ലേലൂയ. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ, സ്തോത്രം, അവൻ്റെ ധനത്തിനൊത്തവണ്ണം തീർത്തു തരും. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാണ്. ഹല്ലേലൂയ. അപ്പം സ്തോത്രം, ഇനിയും നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. ഹല്ലേലൂയ. സ്തോത്രം. 1-2 വാക്യങ്ങൾ മാത്രം. മോശ, സ്തോത്രം, എബ്രായ ലേഖനം 11:25 വാക്യം നോക്കിയേ. 25 വാക്യം പെട്ടെന്ന് വായിരേ. കണ്ടോ? പ്രതിഫലം. കർത്താവ് പറഞ്ഞു, ഭയപ്പെടണ്ട, ഞാൻ നിന്റെ പരിചയം, അതിമഹത്തായ പ്രതിഫലം. അപ്പോൾ ദൈവമാ പ്രതിഫലം. അപ്പോൾ ഇനി എന്താ നമ്മുടെ പ്രതിഫലം? എന്താന്ന് നോക്കി. പ്രതിഫലം മോശ നോക്കിയത് കൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കുന്നത് നിരസിച്ചു. ഫറവോന്റെ ഈ മോശയുടെ മുമ്പിൽ തെരഞ്ഞെടുപ്പ് വന്നു. നിനക്ക് രാജാവാകാം, നിനക്ക് ഫറവോനാകാം, ഈ രാജ്യത്തിന്റെ മുഴുവൻ അധികാരം ലഭിക്കും. എന്നാൽ മോശ ഈ ഫറവോനെയും ഈ കൊട്ടാരത്തെയും തൻ്റെ പദവിയൊക്കെ നോക്കി ഈ ഇഷ്ടികയിൽ പണിയുന്ന ഇസ്രായേൽ മക്കളെ നോക്കിയപ്പോൾ അതിൻ്റെ നടുവിൽ ക്രൂശിക്കപ്പെട്ടവനായ കർത്താവിനെ കണ്ടു. അതുകൊണ്ട് എന്ത് ചെയ്തു? ഫറവോന്റെ പുത്രി എന്ന് വിളിക്കുന്നത് നിരസിച്ചു. മിസ്രൈമിലെ സർവ്വ നന്മയെ നോക്കിയിട്ട് താൽക്കാലിക ഭോഗത്തേക്കാൾ ദൈവജനത്തോടുകൂടെ കഷ്ടം തിരഞ്ഞെടുത്തു. എന്തുകൊണ്ടാ? പ്രതിഫലം നോക്കിയത് കൊണ്ട്. പ്രതിഫലം
നോക്കിയത് കൊണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ ആ ഭാഗമോട് വിടുകയാണ്. പകൽക്കാലം ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. മലാഖിയുടെ പ്രവചനം ഹല്ലേലൂയ ഒരു വാക്കൂടെ വായിച്ചേ. 3-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം വായിച്ചേ. 17-18 വാക്യം. മലാഖി 3:17-18. ഞാൻ ഉണ്ടാക്കുവാനിരിക്കുന്ന ദിവസം. അപ്പൊ ഇന്ന് പകൽക്കാലം ഇവിടെ ഇരിക്കുന്ന ജെരിക്കത്തിലും ബുദ്ധിമുട്ടുകളോടെ കടന്നുപോയിട്ട് ഈ കർത്താവിനെ സേവിക്കുന്ന, കർത്താവിനെ ജെരിക്കത്തിന്റെ നടുവിൽ, ബുദ്ധിമുട്ടിന്റെ നടുവിൽ, കടഭാരത്തിന്റെ നടുവിൽ ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവമൈതലേ, ദൈവം പറയുന്നു, അവൻ നിനക്ക് വേണ്ടി ഒരു ദിവസം നിശ്ചയിച്ചിരിക്കുന്നു. ആ ദിവസം നിങ്ങൾ അവനൊരു നിക്ഷേപമായിരിക്കും. ഒരു മനുഷ്യൻ തൻ്റെ മകനെ ആദരിക്കുന്നത് പോലെ ഇന്ന് പകൽക്കാലം കർത്താവിനെ നിർമ്മല ഹൃദയത്തോട് സേവിക്കുന്ന നിന്നെ ദൈവം ആദരിക്കുന്ന ഒരു ദിവസമുണ്ടെന്ന്. അതാണ് നിന്റെ പ്രതിഫലം. ഇന്ന് പകൽക്കാലം പറഞ്ഞു, നീ ഭയപ്പെടണ്ട, ഞാൻ നിന്റെ പരിചയമാണ്, ഞാൻ നിന്റെ അതിമഹത്തായ പ്രതിഫലമാണ്. ഒരു മനുഷ്യൻ തന്റെ മകനെ ആദരിക്കുന്നത് പോലെ അവൻ നമ്മെ ആദരിക്കും. അതിന്റെ 4:2-3 കൂടെ വായിരെ. 4:2-3 കൂടെ. എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ തന്റെ ചിറങ്കീരിൽ. നിങ്ങളും ത്വരത്തിൽ നിന്നും അഴിച്ചുവിടുന്ന പശുക്കിടാക്കളെ പോലെ തുള്ളിച്ചാടും. അടുത്തതായി, ഞാൻ ഉണ്ടാക്കുവാനിരിക്കുന്ന ആ ദിവസം ദുഷ്ടന്മാർ, കർത്താവിനെ കൈക്കൊള്ളാത്തവർ, യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കാത്തവർ നിന്റെ കാൽ കീഴായിരിക്കും. നിങ്ങൾ അവരെ ചവിട്ടിക്കളയുകയും. കണ്ണുകളെ അടച്ചേ. ഒരു നിമിഷം. ഞാൻ നിന്റെ പരിചയം അതിമഹത്തായ പ്രതിഫലവുമാണ്. കർത്താവേ, സ്തോത്രം. ഞാൻ ഭയപ്പെടുന്നില്ല, ഞാൻ നിന്നിൽ വിശ്വസിക്കും. നീ എൻ്റെ പരിചയമാണ്, നീയാണ് എൻ്റെ പ്രൊട്ടക്ഷൻ, നീ എനിക്ക് ചുറ്റും തീമതിലാണ്. കർത്താവേ, നീയാണ് എൻ്റെ പ്രതിഫലം. നിങ്ങൾ മക്കൾക്ക് വേണ്ടി ഒരു പൈസയും അന്യായമായിട്ടൊന്നും സ്തോത്രം സമ്പാദിച്ച് വെക്കാൻ പറ്റിയില്ല. കഷ്ടപ്പെട്ടു ഒന്നും സമ്പാദിക്കാൻ പറ്റിയില്ലെങ്കിൽ നീ കർത്താവിനെ കൊടുക്കവനെ. ആ കുഞ്ഞിന് നീ ദൈവത്തെ കൊടുക്കുക. അതിനേക്കാൾ വലിയ പ്രതിഫലമില്ല. ഇന്ന് പകൽക്കാലം ആ കർത്താവാണ് നമ്മുടെ പ്രതിഫലം. അതുകൊണ്ട് അവൻ ഉണ്ടാക്കാനിരിക്കുന്ന ദിവസം, സ്തോത്രം, പശുക്കിടാക്കളെയൊക്കെ നമുക്കറിയാം, അരിച്ചു വിടുമ്പോൾ അത് കാല് പറിച്ച് ചാടുന്നില്ലേ, അതുപോലെ നീ തുള്ളിച്ചാടുന്നൊരു ദിവസമുണ്ട്. നീ നിൻ്റെ കഷ്ടതകൾ മറക്കും, നിൻ്റെ നിരാശകൾ മറക്കും. ആ നെഞ്ചത്തോട്ട് കരം വെച്ചിട്ട് പറയേ, ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ അവിടുത്തെ വചനം ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ ഭയപ്പെടുന്നില്ല, ഞാൻ ഭയപ്പെടുന്നില്ല. നീ എൻ്റെ പരിചയമായതുകൊണ്ട്, നീ എൻ്റെ അതിമഹത്തായ പ്രതിഫലമായതുകൊണ്ട് ഞാൻ നിന്നിൽ പ്രത്യാശ വയ്ക്കുന്നു, ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു. സ്തോത്രം.